എന്താ ദൈവം കേട്ടോ പ്രശ്നം? ഫൈറ്റിന് ഇറങ്ങാനുള്ളത് പണ്ടെങ്ങാണ്ട് ഒരു ഇടി എന്ന് പറഞ്ഞേ. ഇങ്ങനെയുണ്ട പിള്ളേർക്ക് പേടി? കോച്ചിനൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് പോയി കൂടായിരുന്ന? ഞാനിത് എത്രയെന്ന് വെച്ചിട്ടാ മോട്ടിവേറ്റ് ചെയ്യുന്നത്? ആണോ? മോട്ടിവേഷൻ ആയിട്ടില്ല, ചീത്ത ആയിട്ടില്ല, ഡാർക്കും ആണ് മൊത്തത്തില്. ഒരു വഴിയുണ്ട്, ഒത്താവൊത്ത് ബാ. അതെന്തായാലും നന്നായിട്ട് കിരണ. കോച്ചിനെങ്ങനെ പലതും പറയാ. റിങ്ങി കയറി ഇടികൊള്ളുന്നത് നമ്മളല്ലേ. ഇനിയിപ്പൊ നീ റിങ്ങി കയറിയിട്ട് നിനക്ക് ഇടികൊള്ളുന്നത് ഞങ്ങൾ കണ്ടുക്കാന്നല്ലാതെ വേറെ ഒന്നും നടക്കാനില്ല, അല്ലടാ? അല്ല, കാര്യവൻ കമ്പി വലിഞ്ഞു കയറാനൊക്കെ മെടുക്കണമെങ്കിലും ബോക്സിങ് ചെയ്യാനല്ലോ, അതിന് സ്കില്ല് വേണ്ട. ആ അക്ബറിനെ കണ്ടാലറിയാം, അവൻ ജനിച്ചത് ഇടിച്ച് പൊളിക്കാൻ വേണ്ടിട്ടാണ്. ടെർമിനേറ്റർ പോലെ ഇരിക്കുന്നു. ബ്രോ ആക്ച്വലി ഇടി കൊള്ളുമ്പോഴൊന്നും അല്ല ശരിക്കുള്ള പെയിൻ. നമ്മള് തോറ്റിട്ട് റിങ്ങിന്ന് ഇറങ്ങുമ്പോ ചിലരുടെയൊക്കെ ഒരു നോട്ടം ഉണ്ട്. സത്യത്തിന്റെ ബോധം പോയോണ്ട് അതൊന്നും അനുഭവിക്കേണ്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇവനെ മനസ്സിലാവൂടാ. മര്യാദക്ക് ഒരു പെണ്ണിനെ പ്രേമിക്കാൻ പോലും ധൈര്യമില്ലാത്തൊരു ചെക്കനാണ്. റിങ്ങി കയറി ഒരു തന്നെ ഇടിക്കാനുള്ള ധൈര്യം ഇവനുണ്ടെങ്കിൽ ഇവൻ ഇത്രയും നാള് വെർജിനായിട്ട് നടക്കൂ? നമുക്കിത് വിട്ടേക്കാളാ. നമുക്കടുത്ത ആലപ്പി എക്സ്പ്രസ് പിടിക്കാം, അല്ലാതെ വേറെ ഒന്നും നടക്കാൻ പോണില്ല. ഇട്ടേളാടാ, നിനക്കൊണ്ട് നടക്കുന്നു തോന്നല്ല. നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാനോ? എന്നാലും ഇങ്ങനെ തോൽക്കാനാണല്ലോ നമ്മുടെ വിധി എന്ന് ആലോചിക്കുമ്പോ കൊച്ചേ അത് ഓക്കെയാണ് അല്ലേ? ഇപ്പോഴേ തോറ്റു കൊടുക്കണ്ട. ജയിക്കോടാ. എന്താ കോച്ച്? അതവന് ടച്ചായെന്ന് കാണിക്കാനാ? പോയിന്റില്ല, പോയിന്റിന് വേണ്ടി. പ്ലാൻ ഉണ്ടാക്കി കളിക്ക്. ഹെഡ് മൂവി ഇത് കളിക്ക്. ഹെഡ് മൂവി ഇത് റിന്യൂസ് ചെയ്ത് കളിക്ക്. പവർ പഞ്ച് ഫേക്ക് അറ്റാക്ക്. ഓക്കെ.
അവനെ വാച്ച് അവൻ എല്ലാ പവർ പഞ്ചിന്റെ മുന്നേ ഫെയിന്റ് ചെയ്യുന്നുണ്ട്. ആ ഫെയിന്റ് ടൈം നോക്കി അവനെ പഞ്ച് ജയിക്കണ്ടേ. നീ എന്തോന്ന് മറ്റേ കാണിക്കുന്നത്? അവന്മാരോട് തോറ്റാ എനിക്ക് ഇവിടുന്ന് തലയുർത്തി പോകാൻ പറ്റില്ല കേട്ടോ. നെക്സ്റ്റ് റൗണ്ട് നോക്കൗട്ട് കേട്ടല്ലേ. Good round. നന്നായി കളിച്ചു. Yes, come on. Good player. യമനിൽ പാർട്ടിസിപ്പേറ്റ് ഓസ്ട്രേലിയൻ ജോർജിയ പോരാട്ടത്തിൽ നേരിയ പോയിന്റ് വ്യത്യാസത്തിൽ വിജയിച്ച കൊല്ലം ജില്ലയുടെ അപ്പുറം പ്രകടനം കാഴ്ചവെച്ച ആലപ്പുഴയുടെ അഭിനന്ദനങ്ങൾ. Good job. മച്ചാനെ ഇതുകൂടെ കഴിച്ചോ. വേറെ എന്ത് വേണേലും പറഞ്ഞാൽ മതി കേട്ടോ. പറ ഡിജെ, എന്താണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്? പറ സമീർ, അവനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ വലിയ അതൊന്നും പറയാൻ നിൽക്കണ്ട, കാര്യത്തിലേക്ക് വാ. കാര്യം പറഞ്ഞ അവൻ സൗത്ത് പോണം. അവൻ സൗത്ത് പോണം, അത്രയല്ലേ ഉള്ളൂ. കോച്ച്, സമീർ സൗത്ത് പോണം. അതെ. അല്ല, ശരിക്കും ഈ സൗത്ത് പോ എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് വലിയ അറിയില്ല. എടാ അതൊന്നുമില്ല, നമ്മൾ റൈറ്റ് ഹാൻഡ് ഓർത്തഡോക്സ്, അവൻ ലെഫ്റ്റ് ഹാൻഡ് സൗത്ത് പോ. അവന്റെ ലെഫ്റ്റ് ഹാൻഡിനായിരിക്കും പവർ, അത്രേ ഉള്ളൂ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. കാര്യമുണ്ട് കോച്ച്. അവസാനത്തെ കൊല്ലം ജില്ലയായിട്ടുള്ള മാച്ച് ഇഞ്ചോടിഞ്ചിടിച്ച് പൊരുതിയാണ് നമ്മൾ തോറ്റിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മുടെ കുട്ടിക്കൊമ്പന്റെ മാച്ചാണ്. അതങ്ങനെ വെറുതെ വിട്ടു കൊടുക്കാൻ പറ്റില്ല. നമുക്ക് നേടിയേ പറ്റുള്ളൂ. അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇടകൈനാന്നുള്ളൂ. അതാ നോക്കല്ല. അങ്ങനെയല്ല ദീപകേട്ടാ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിങ്ങനെ അനാഥരായിട്ട് നടക്കേണ്ടവരല്ല. നമുക്ക് ഇവിടെ ഒരു വീടുണ്ട്, അവിടെ ഒരു കാരണവരും ഉണ്ട്. നമ്മൾ ഒന്നായേ പറ്റുള്ളൂ ഇനി. അല്ല ചെറുതെ? അതെ. ആലപ്പുഴ ടീം ഒന്നിക്കാൻ തീരുമാനിച്ചു. അതിന് ആലപ്പുഴ ടീം എപ്പോഴും പിരിഞ്ഞേ? അയ്യോ, അങ്ങനെയല്ല. ഇനി മുതൽ ഞങ്ങളുണ്ടാവും ഇവിടെ എല്ലാത്തിനും. അത് നല്ല കാര്യം. അല്ലേക്ക ചെറിയൊരു അനുഗ്രഹം കിട്ടിയ കൊള്ളായിരുന്നു. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശരി, ഡിഫൻസ് ശ്രദ്ധിക്കണേ. കൊച്ചിയിലെ സമീറായിട്ടല്ലേ? അവന്റെ ലെഫ്റ്റ് പഞ്ച് കിട്ടാണ്ട് നോക്കോ. എന്താ അങ്ങനെ? വാങ്ങിച്ചു നോക്ക, പറയാം. സ്ട്രെച്ച് ചെയ്യാം. മച്ചാനെ, നിങ്ങൾ ലാസ്റ്റ് മാച്ച് ദീപകിന്റെ കൂടെ അല്ലേ? നീയൊക്കെ എന്തായാലും ബുദ്ധിയില്ലേ? അതങ്ങനെ ഇരിക്കട്ടാ. വെറുതെ എന്തിനാടാ നമ്മുടെ സമീറിനെ കൊണ്ട് ഇപ്പൊ പണിയെടുപ്പിക്കുന്നത്? ദീപകിനോട് പറഞ്ഞു വോക്കോട് മേടിച്ച് നാട്ടിൽ പോയി ചില്ലിയാടാ. പിന്നല്ലാണ്ട്. അയ്യോ,
ചേട്ടാ നിങ്ങൾക്ക് ഇതൊരു 5 മിനിറ്റ് മുമ്പ് വന്ന് പറഞ്ഞുകൂടിയായിരുന്നു. ഞങ്ങൾ ഇപ്പൊ തീരുമാനം എടുത്തത്. എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടിയിട്ട് മാറി. ഇനി അതെല്ലാം ബാക്കിയുള്ളവർ തന്നെ തിരിച്ചിട്ട് കൊടുക്കാനാണ് കമ്മിറ്റിയുടെ തീരുമാനം. ഇനി ഇതിപ്പോ എന്താ ചെയ്യാ? നിങ്ങളാണെങ്കിൽ ഇത് വന്ന് പറയുകയും ചെയ്ത്, ഞങ്ങളാണെങ്കിൽ കേൾക്കുകയും ചെയ്ത്, പേടിയും വന്നില്ല. ഇനി എന്താ ചെയ്യാ? നിന്നോടല്ലടാ, ദീപക്കിനോട്. നീ ഇത് പോയി ദീപക്കിനോട് പറഞ്ഞാൽ മതി, മനസ്സിലായോ? ഞാനിത് നിങ്ങളോട് തന്നെ പറയുന്നത്. ആലപ്പുഴ ബോക്സിംഗ് ഫെഡറേഷന് വേണ്ടിയിട്ട് ദീപക്കേട്ടൻ ഇറങ്ങും. നിങ്ങളോടൊക്കെ മര്യാദക്കല്ലേ പറയുന്നു, ഒന്ന് ചെയ്യടാ. ഹായ് ചേട്ടാ, ഇത് ബോക്സിംഗ് അല്ലേ, ഭാഗമുണ്ടല്ലോ ഇരിക്കുന്നേ. റിങ്ങിലേക്ക് വാ, അപ്പൊ കാണാം. ഓക്കെ, ആയിക്കോട്ടെ. കണ്ണാടി നിനക്ക് ഇവിടുന്നോടാ ഇത്രയും ധൈര്യം? 2 ഇടി മുഖത്തിനിട്ട് കിട്ടുമ്പോ ഇതൊക്കെ താനേ വരും ടീച്ചേ. ശരി, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ എന്നോടല്ല ആദ്യം വന്ന് പറയേണ്ടത്. ഞാൻ സംസാരിക്കുമല്ലോ, ഞാനല്ലേ നിന്റെ ഒക്കെ കോച്ച്. പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? അവന്മാരും ഒന്ന് ഡയലോഗ് അടിച്ചു, നല്ല മറുപടി കൊടുത്ത് പറഞ്ഞു വിട്ട്